ഹായ് ഹലോ മൈത്തൂരു മുംബൈയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്രൻ അലീനയെ സ്റ്റാലിൻ ജോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം ഇടയ്ക്കെല്ലാം അവളെ കാണാനായിട്ട് സ്റ്റാലിൻ്റെ ബംഗ്ലാവിലേക്ക് പോകുന്ന വിവരം മറ്റാർക്കും അറിയില്ല. എവിടേക്കോ ബാലചന്ദ്രൻ പോകുന്നുണ്ട്. അത് അലീനയ്ക്ക് അരികിലേക്ക് തന്നെയായിരിക്കുമെന്ന് ഉറപ്പിച്ച് വൈജ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അലീനയുടെ അടുത്തേക്ക് പോയി ബാലചന്ദ്രൻ പാലയിലെത്തിയപ്പോൾ 7:30 മണിയായി. ജുവല്ലറി ഷോപ്പിൽ അടക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഗോവർദ്ധൻ. ബാലേട്ടൻ്റെ മോളും വൈഫും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന്. ഗോവർദ്ധൻ പറഞ്ഞു. എപ്പോൾ വന്നു? ഉച്ചയ്ക്ക് മുമ്പ് വന്നതാ. വൈകിട്ടാ തിരിച്ചു പോയത്. വന്നതെന്തിനാണെന്ന് പറഞ്ഞോ? ഇല്ല, സാറിനെ അന്വേഷിച്ചു. ഗോവർദ്ധൻ എന്ത് പറഞ്ഞു? ഒരു യാത്ര പോയിരിക്കുകയാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. തനിക്ക് പറഞ്ഞുകൂടായിരുന്നോ കുളത്തുപുഴയ്ക്ക് പോയിരിക്കുകയാണെന്ന്? എന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. ജ്വല്ലറി ഷോപ്പ് അടച്ച് ഗോവർദ്ധൻ കയ്യിൽ നിന്ന് താക്കോലും വാങ്ങിയ ശേഷം ബാലചന്ദ്രമേൻ ടെക്സ്റ്റൈൽസ് ഷോപ്പിലേക്ക് പോയി. അതും അടച്ച് വീട്ടിലെത്തിയപ്പോൾ 8:30 മണിയായി. അകത്താളത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ബാലചന്ദ്രമേനോന് മനസ്സിലായി രംഗം അത്ര പന്തിയല്ല. അസാധാരണമായൊരു മുറുക്കവും നിശബ്ദതയും വീട്ടിനുള്ളിൽ. ബബിതയാണ് വാതിൽ തുറന്നു കൊടുത്തത്. അവളുടെ മുഖം കണ്ടപ്പോൾ ആരോടോ വഴക്കിട്ടിരിക്കുകയാണെന്ന് തോന്നി. കൃഷ്ണജ ഹാളിലിരുന്ന് നിശബ്ദമായി പഠിക്കുന്നുണ്ടായിരുന്നു. വൈജയന്തി ഊണുമേശമേൽ തലവെച്ച് കമിഴ്ന്ന് കിടപ്പുണ്ട്. രോഹത്ത് മുകളിലാണെന്ന് ബാലചന്ദ്രമേനോൻ ഊഹിച്ചു. മുകളിലെ ബെഡ്റൂമിൽ കയറി ഡ്രസ്സ് മാറിയ ശേഷം ബാലചന്ദ്രമേനോൻ മേൽ കഴുകി. അയാൾ ഭക്ഷണം കഴിക്കാനായി താഴെ എത്തിയപ്പോൾ രോഹിത്തും മുകളിൽ നിന്ന് ഇറങ്ങി വന്നു. ഊണുമേശയിൽ യാതൊരു അനക്കവുമില്ല. എല്ലാവരും എത്തിയതോടെ വൈജയന്തി തല ഉയർത്തി. ആരെയും നോക്കാതെ എഴുന്നേറ്റ് പോയി ഭക്ഷണം എടുത്തു കൊണ്ടുവന്നു. മേശപ്പുറത്ത് അതെല്ലാം നിരത്തി. എല്ലാവരും അവരവർക്ക് വേണ്ട ഭക്ഷണം വിളമ്പിയെടുത്തു. അമ്മ കഴിക്കുന്നില്ലേ? വൈജയന്തി വെറുതെ നിൽക്കുന്നത് കണ്ട് കൃഷ്ണത് ചോദിച്ചു. ഇല്ല. എന്തുകൊണ്ടാണെന്ന് ആരും ചോദിച്ചില്ല. വൈജയന്തിക്ക് തന്നെ ചോദിക്കാനും പറയാനുമുണ്ടെന്ന് ബാലചന്ദ്രമേൻ മനസ്സിലായി. ഭക്ഷണം കഴിച്ച് തീരാറായപ്പോൾ വൈജയന്തി വിഷയമെടുത്തിട്ടു. ബാലചന്ദ്രൻ ഇന്ന് പകല് കടയിലുണ്ടായിരുന്നില്ലേ? ഇല്ലായിരുന്നെന്ന് തോന്നുന്നു, അയാൾ തമാശ മട്ടിൽ പറഞ്ഞു. അതെന്താ? ബാലചന്ദ്രനെ അറിയില്ലേ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന്? എല്ലാം അറിഞ്ഞുകൊണ്ട് പിന്നെ എന്തിനാ ഇങ്ങനെയൊരു ചോദ്യം? കാലത്ത് 10 മണിക്ക് കടയിലേക്ക് വിളിച്ചപ്പോൾ പുറത്തു പോയിരിക്കുന്നു എന്ന മറുപടിയാണ് കിട്ടിയത്. പുറത്ത് എവിടെ വരെ പോകാം? കൃത്യമായിട്ട് അറിയില്ല. ബാലൻ ഇന്ന് രാവിലെ കടയിലേക്കൊന്ന് പറഞ്ഞു പോയിട്ട് അവിടെ ഇരുന്നതു 10 മിനിറ്റ്. വൈകിട്ട് 7 മണി വരെ തിരിച്ചെത്തിയിട്ടുമില്ല. എവിടേക്ക് പോകുമെന്ന് ആരോടും പറഞ്ഞില്ല. എന്നോട് പറയാറുമില്ല. ഞാനാണല്ലോ നമ്പർ 1 ശത്രു. സ്വന്തം മക്കളോട് പറയാമല്ലോ, അതും ചെയ്തില്ല. ഗോവർദ്ധൻ്റെ അടുത്ത് പറയാതെ എങ്ങോട്ടും പോകില്ലെന്ന് എനിക്കറിയാം. പെങ്ങളെ കെട്ടിയവൻ്റെ കയ്യിലാണല്ലോ മനസാക്ഷി. ശുഭകാരനാണെന്ന് ഗോവർദ്ധന് അറിയില്ലായിരുന്നു എവിടേക്ക് പോയെന്ന്. ഇതെൻ്റെ ആദ്യത്തെ രഹസ്യയാത്രയൊന്നുമല്ല. ഇതിനു മുമ്പും ഞാനിങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. നീലഗിരി, ഊട്ടി, കോയമ്പത്തൂർ, പാലക്കാട്, അങ്ങനെ പല സ്ഥലങ്ങളിലും ആരോടും പറയാതെ. അതിനുശേഷം എനിക്ക് രഹസ്യയാത്രയിൽ താല്പര്യം കൂടിക്കൂടി വന്നത്. ബാലചന്ദ്രമേൻ പരിഹാസധ്വനിയോടെ ചിരിയോടെ പറഞ്ഞു. വിധവയുടെ ജീവിതമാണെങ്കിലും ഭാര്യയുടെ സ്ഥാനത്ത് തന്നെയാണ് ഞാനിപ്പോഴും. എനിക്കറിയണം ഇന്നത്തെ മിന്നൽ പര്യടനം എങ്ങോട്ടായിരുന്നെന്ന്. നീ ചോദിച്ചില്ലല്ലോ. ചോദ്യങ്ങളില്ലാതെ ഉത്തരമെത്തുന്ന പരിപാടി ഞാനങ്ങ് നിർത്തി. മുമ്പ് അങ്ങനെയൊരു സൂക്കേടുണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ നീ ചോദിച്ചതുകൊണ്ട് പറയാം. കുളത്തുപുഴ വരെ പോയതായിരുന്നു ഞാനിന്ന്. ബബിതയും രോഹിത്തും തമ്മിലൊരു നോട്ടം കൈമാറി. കുളത്തുപുഴയിലോ? ജൗളിക്കടയോ ബ്രാഞ്ച് തുറക്കുന്നുണ്ടോ? അതോ ജുവല്ലറിയോ? വൈജയന്തി കളിയാക്കലോട് ചോദിച്ചു. അവിടെ നല്ല കാറ്റും കിട്ടും. അവിടത്തെ പോലെയല്ല, ഭയങ്കര സുഖമാ കാറ്റുകൊണ്ട് നിൽക്കാൻ. കൃഷ്ണജ അത് കേട്ട് ചിരിച്ചു. എന്താടി ഇത്ര എളിക്കാൻ? അച്ഛൻ്റെ തറ ഡയലോഗ് കേട്ടിട്ടാണോ? വൈജയന്തി അവളുടെ നേർക്ക് കയർത്തു. അച്ഛൻ എന്തിനാ പേടിക്കുന്നത്? അലിന ചേച്ചിയുടെ അടുത്തേക്ക് പോയതെന്ന് പറഞ്ഞുകൂടെ? രോഹിത് ചോദിച്ചു. വളച്ചുകെട്ടില്ലാതെ നേരെ ചൊവ്വ ചോദിച്ചാൽ ആ മട്ടിൽ മറുപടി പറഞ്ഞേനെ. ഇത് അങ്ങനെയല്ലല്ലോ. CBI ചോദ്യം ചെയ്യുന്ന പോലെയല്ലേ? എന്തിനാ അലീനെ കാണാൻ പോയത്? പൈസ കൊടുക്കാനാണോ? അതോ അവൾ സുഖമില്ലാതെ കിടക്കുന്നോ? വൈജയന്തി വരുത്തിക്കൂട്ടിയ ശാന്തതയോടെ ചോദിച്ചു. അത് കൊടുങ്കാറ്റിൻ്റെ മുന്നോടിയാണെന്ന് അനുഭവം കൊണ്ട് ബാലചന്ദ്രമേനോൻ അറിയാം. എനിക്ക് അലീനെ ഒന്ന് കാണണമെന്ന് തോന്നി. പോയി കണ്ടു. ഇവിടെ കുറെ പെണ്ണുങ്ങൾ പലപ്പോഴായിട്ട് വീട്ടു ജോലിക്ക് നിന്നിട്ടുണ്ട്. ഓരോ സമയത്ത് അവരെല്ലാം പിരിഞ്ഞു പോയിട്ടുണ്ട്. അവരിൽ നിന്ന് എത്ര പേരുടെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് നിങ്ങൾ? ക്ഷേമം അന്വേഷിക്കാൻ. വൈജയന്തിയുടെ വാക്കുകളിൽ രോഷം തിളച്ചു. അയ്യോ, ഞാൻ അത്തരക്കാരനൊന്നുമല്ല, ബാലചന്ദ്രമേൻ പരിഹാസ ശബ്ദത്തിൽ പറഞ്ഞു. അപ്പോൾ കൃഷ്ണജ ചിരിച്ചു. പിന്നെ അലീനയോട് മാത്രമെന്താ ഇത്ര മമത? എൻ്റെ ചോദ്യം അവളെ മറ്റുള്ളവരെ പോലെ ഇവിടുത്തെ വീട്ടുവേലക്കാരി മാത്രമായിരുന്നില്ലേ? വൈജയന്തി പൊട്ടിത്തെറിച്ചു. നീ എന്തിനാ ശോഭിക്കുന്നത്? അതിന് അർഹതയുള്ള ഞാൻ കൂളായിട്ടിരിക്കുന്നത് കാണുന്നില്ലേ? പറയ്, ഈ മകളുടെ മുമ്പിൽ വെച്ച് പറ. പിരിച്ചുവിട്ട വീട്ടുവേലക്കാരുടെ 1 മാസം കഴിഞ്ഞു പോയി സന്ദർശിക്കാൻ തക്ക ബന്ധമെന്താ നിങ്ങളും ആ പെണ്ണുമായിട്ട്?
ഞങ്ങൾ തമ്മിലുള്ള ബന്ധമെന്താണെന്ന് നിനക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ ഓരോ മേൽക്കൂരയ്ക്ക് കീഴെ തുടരാൻ നിവൃത്തിയില്ല. അതാണ് ഇതിനേക്കാൾ ഭേദം. തുറന്നു പറഞ്ഞോ, നിങ്ങളുടെ മകളാണോ അവൾ? സോറി, അല്ല. ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചിട്ടുണ്ട്. എങ്കിലും എനിക്കവൾ എൻ്റെ മോളെ പോലെയാണ്. വേണ്ട, ആ കള്ളത്തരം ബാലേട്ടൻ്റെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ബാലേട്ടനെ സ്നേഹിക്കാം. സ്വന്തം ചോരയിൽ ജനിച്ച പെൺമക്കൾ 2 പേരുണ്ടിവിടെ. പോലെയുള്ള ഒരെണ്ണത്തിൻ്റെ പുറകെ നടന്ന് സ്നേഹിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാൻ എനിക്കിഷ്ടമല്ല. അലീനെ കാണാൻ പോയതിനെപ്പറ്റി എനിക്കത്രേ പറയാനുള്ളൂ. നിന്റെ അനാവശ്യ സംശയങ്ങളും ദുഷ്ടാറ്റങ്ങളും അപവാദം പറച്ചിലും നിമിത്തം മനനൊന്ത് ഈ വീട് വിട്ടു പോയവളാണ് അലീന. ഞാനാണ് അവളെ ആ സ്ഥലത്ത് എത്തിച്ചത്. അവിടെ അവൾ സുഖമായിരിക്കുന്നു എന്നന്വേഷിക്കാനുള്ള ധാർമ്മിക ബാധ്യത എനിക്കുണ്ട്. അവളെ ആശ്വസിപ്പിക്കേണ്ട കടമയുണ്ട്. അതിനുവേണ്ടി ഇനിയും ഞാൻ അവളെ കാണാൻ പോയെന്നിരിക്കും. ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയ വീട്ടുവേലക്കാരികളെ പുറകെ ചെന്ന് ആശ്വസിപ്പിക്കാൻ കുടുംബനാഥന്മാർ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പോയി അന്വേഷിച്ചിട്ട് എന്തായി? അവൾക്ക് വിശേഷമൊന്നുമില്ലല്ലോ അല്ലേ? ഹോസ്പിറ്റലിലൊന്നും പോകേണ്ടി വരില്ലല്ലോ? നിർത്തടി. ഒരലർച്ചയായിരുന്നു. വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് ടോപ്പിലേക്ക് വീണ് ആഞ്ഞടിച്ച ഒച്ചയും. ചാടി എഴുന്നേറ്റപ്പോൾ പിന്നോട്ട് മാറി കസാലയും ശബ്ദവും എല്ലാം ഒന്നിച്ചായതിനാൽ രോഹിത് അടക്കം കുട്ടികൾ 3 പേരും ഞെട്ടിപ്പോയി. നോക്കുമ്പോൾ അച്ഛൻ വളരെ ദേഷ്യത്തിൽ കിതക്കുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം വൈജയന്തിയും ചാടി എണീറ്റും. അങ്ങനെ നിർത്താനൊന്നും എനിക്ക് മനസ്സില്ല. ഷൗട്ട് ചെയ്ത് തന്നെ പേടിപ്പിക്കാമെന്നും വിചാരിക്കേണ്ട. എന്നെ ഒരു വിധവയെ പോലെ ഈ ബെഡ്റൂമിൽ മൂലക്ക് തള്ളിയിട്ട് അവളെ പിന്നാലെ പോകുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് എനിക്കറിയണം. വൈജയന്തി നിന്ന് കിതച്ചു. അച്ഛനും മോളും പോലെയാണത്രേ ഈ മകൾ. അലീന ചേച്ചിയെ പോലെയാണെന്ന് എല്ലാവരും പറയാറുണ്ടല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ കുളത്തുപുഴയ്ക്ക് കൊട്ടാരക്കരയ്ക്കൊക്കെ പോകുമ്പോൾ ഇവരുടെ ഒരാളെ കൂടെ കൊണ്ടുപോയില്ല? മക്കൾ 3 പേരും വീട്ടിലുണ്ടായിരുന്നല്ലോ. അവർക്ക് സ്റ്റഡി ലീവാണെന്നും സ്കൂളിൽ പോകണമെന്നും നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ലോ. കൃഷ്ണമോളെങ്കിലും നിങ്ങൾക്ക് കൂടെ വിളിക്കാമായിരുന്നല്ലോ. എങ്കിലും തടസ്സമുണ്ടായിരുന്നോ? എനിക്ക് മനസ്സിലായിരുന്നു ആരെയും എൻ്റെ കൂടെ കൊണ്ടുപോകാൻ. എന്തുകൊണ്ടാ മനസ്സിലാത്തത്? ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കള്ളക്കളി നടക്കില്ല. കുളത്തുപുഴ ഒരു റബ്ബർ കമ്പനിയിൽ എന്ന് ഈ മക്കളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവളെ ഏത് ഹോസ്പിറ്റലിലാണ് താമസിച്ചിരിക്കുന്നത്? എന്നിട്ട് എത്ര മാസമായി? നിങ്ങൾക്ക് ശോഭം അന്വേഷണത്തിന് വിളിച്ച് എന്തെങ്കിലും ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയി കഥകടച്ച് കഴിഞ്ഞാൽ പിന്നെ വിശദമായിട്ട് ക്ഷേമം അന്വേഷിക്കാമല്ലോ, ആശ്വസിപ്പിക്കുകയും ചെയ്യാലോ. വൈജയന്തി നിന്ന് ജ്വലിച്ചു. മകളുടെ മുന്നിൽ വെച്ചായതുകൊണ്ട് ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല. ബാലസർമൻ കടപ്പല് നെരിച്ചു പിന്തിരിഞ്ഞ് നടക്കാൻ ഭാവിച്ചു. നിങ്ങളിതിന് മറുപടി പറയണം. എങ്ങോട്ടാ ഓടിപ്പോകുന്നേ? അവിടെ നിൽക്ക്. ഈ മകളുടെ മുമ്പിൽ വെച്ച് തന്നെ പറയും. അവർ കേൾക്കട്ടെ നിങ്ങളുടെ ന്യായങ്ങൾ. വൈജയന്തിയുടെ ശബ്ദം ഉയർന്നു. പ്രായപൂർത്തിയായ മക്കളാ, അവർക്ക് സംശയങ്ങളുണ്ട്. അത് തീർത്തു കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ അതേപടി വിഴുങ്ങാം. അലീനയുടെ സുഖവിവരങ്ങൾ മറിഞ്ഞ് ഇരിക്കപ്പുറത്തില്ലാഞ്ഞാണ് ക്ഷേമ അന്വേഷണത്തിന് പോയെന്ന്. പക്ഷേ എന്തുകൊണ്ട് മക്കളൊരാളെങ്കിലും കൊണ്ടുപോയില്ല? മകളുടെ പേര് പറയുമ്പോൾ അവളുടെ നാവിൻ തേനൊലിക്കുമായിരുന്നല്ലോ. ആ മകളെ കാണാൻ അവൾക്കില്ലേ ആഗ്രഹം? അച്ഛനെ മാത്രം കണ്ടാൽ മതിയോ? അതൊക്കെ പെട്ടെന്ന് വെക്കാം. എവിടെയാണ് അലീന? ആരുടെ കൂടെയാണ് അവളുടെ താമസം? എന്താണ് അവളുടെ അഡ്രസ്സ്? വൈജയന്തി ഒന്ന് നിർത്തി. ബബിതയുടെയും രോഹിത്തിൻ്റെയും കൃഷ്ണജിയുടെയും ചോദ്യഭാവത്തിലുള്ള നോട്ടം തൻ്റെ നേർക്ക് മെല്ലെ തിരിയുന്നത് ബാലചന്ദ്രമേൻ കണ്ടു. വേറൊന്നും വേണ്ട. അവളുടെ അഡ്രസ്സ് അങ്ങനൊരെണ്ണം ഇല്ലാത്തവരില്ലല്ലോ. എന്നോട് പറയണ്ട, ഈ മക്കളോട് പറഞ്ഞാൽ മതി. ഇതുവരെ നിങ്ങളത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ മാത്രമല്ല, കൃഷ്ണമോളും അലീനടുത്ത് കൊഞ്ചു ചോദിച്ചിട്ടുണ്ട് അവളുടെ അഡ്രസ്സ് എന്താണെന്ന്. അവളും അഡ്രസ്സ് പറയാതെ ഒളിച്ചു കളിച്ചു. അതിനിവിടെ നടപ്പില്ല. നിങ്ങൾ മാന്യനാണെങ്കിൽ, അന്തസ്സുള്ളവനാണെങ്കിൽ അലീന ജോലി ചെയ്യുന്ന വീടിൻ്റെയോ ഓഫീസിൻ്റെയോ കമ്പനിയുടെ പേരും അഡ്രസ്സും പറ. വൈജയന്തി വെല്ലുവിളിച്ചു. ബാലസർമൻ നേരെ വാഷ് ബേസിൻ്റെ മുമ്പിൽ ചെന്ന് കൈയും വായും കഴുകി ടവലെടുത്ത് തുടച്ചു. ഒരു മറുപടി പ്രതീക്ഷിച്ച് വൈജയന്തിയും കുട്ടികളും നിശബ്ദരായി ഇരിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. ബാലസർമേനൻ ഒരു വാക്കും മിണ്ടാതെ കോണിപ്പടി ചുവടിലേക്ക് നടന്നു. കോണിപ്പടി കയറുമ്പോൾ അയാൾ കേട്ടു വൈജയന്തി വീറോടെ മകളോട് പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ അച്ഛൻ്റെ തനിനിറം? അവളുടെ അഡ്രസ്സ് പറഞ്ഞാൽ ആകാശ് ഇടിഞ്ഞു വീഴുമോ? അപ്പോൾ അതല്ല സംഗതി. ഒളിച്ചു കളി നടക്കണം. ആരും അറിയാതെ എല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ട്. രോഹിത് ഭക്ഷണം കഴിക്കുന്നത് പൂർത്തിയാക്കാതെ എഴുന്നേറ്റ് കഴുകി കോണിപ്പടി കയറി അവൻ്റെ മുറിയിലേക്ക് പോയി. രാത്രി 11 മണി കഴിഞ്ഞപ്പോൾ അവന് വാതിൽ തുറന്ന് അവിടേക്ക് ഇറങ്ങി നടന്നു. മുറികളിലെ ലൈറ്റുകൾ അണഞ്ഞിരിക്കുന്നു. അമ്മയും ബബിതയുമെല്ലാം ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞുവെന്ന് അവന് മനസ്സിലായി. അച്ഛൻ്റെ മുറിക്കുള്ളിൽ മാത്രം ലൈറ്റുണ്ട്. അച്ഛൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ 11:30 ആകുമെന്ന് അവനെ അറിയാം. 2 ഷോപ്പുകളിലെ അക്കൗണ്ടുകൾ പരിശോധിച്ച ശേഷം കിടക്കാറുള്ളൂ. അച്ഛൻ കടയിൽ ഇല്ലാത്ത ദിവസങ്ങളിൽ പ്രത്യേകിച്ചും. രോഹിത് ആ മുറിയുടെ നേർക്ക് അല്പം നേരം നോക്കി നിന്നു. പിന്നെ എന്തോ തീരുമാനിച്ച മട്ടിൽ ചെന്ന് വാതിൽ തട്ടി. ബാലസർമൻ വന്നു വാതിൽ തുറന്നു. രോഹിത്തിനെ മുന്നിൽ നിൽക്കുന്നത് കണ്ടതും അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു, എന്ത് പറ്റി? ഉറങ്ങിയില്ലേ നീ? ഉറങ്ങാൻ കിടന്നില്ല. അച്ഛൻ ബിസിയാണോ? കണക്കൊക്കെ നോക്കുകയാ.
എനിക്ക് അച്ഛനോട് ഇത്തിരി സംസാരിക്കാനുണ്ടായിരുന്നു. ബാലചന്ദ്രൻ അപകടം മണത്തും. എന്ത് സംസാരിക്കാൻ? അച്ഛന് സമയമുണ്ടോന്ന് പറ. ശരി, നീ കയറി വാ. രോഹിത്ത് മുറിയിലേക്ക് കയറി. ബാലചന്ദ്രൻ വാതിലടച്ചു കുറ്റിയിട്ടു. തിരികെ ചെന്ന് തൻ്റെ കസേരയിൽ ഇരുന്നു. രോഹിത്ത് അച്ഛൻ്റെ മുന്നിൽ മേശയ്ക്കു മുമ്പിലായിട്ട് നിന്നു. അവൻ്റെ മുഖത്ത് അസ്വസ്ഥയും മുറുക്കവും കണ്ടപ്പോൾ തന്നെ ബാലചന്ദ്രൻ മനസ്സിലായി, മുമ്പൊരിക്കൽ മനുശങ്കർ മുന്നറിയിപ്പ് തന്ന വിഷയം തന്നെയാണ് എന്ന് മനസ്സിലായിട്ടോ. നിവർത്തി വെച്ചിരുന്ന കണക്ക് ബുക്കിന് മീതെ ഒന്ന് അയാൾ കാൽക്കുലേറ്റർ എടുത്തു മാറ്റി. ബുക്കിൻ്റെ നടുവിലിരുന്ന പേനയെടുത്ത് ക്യാപ്പ് അടിച്ചു മേശവലിപ്പിലിട്ടു. കണക്ക് ബുക്ക് മടക്കി മേശപ്പുറത്ത് ഫയലുകൾക്ക് മീതെ വെച്ചു. എന്നിട്ട് എഴുന്നേറ്റ് കിടക്കയിൽ കട്ടിലും അടുത്ത് വന്നിരുന്നു. എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? അച്ഛൻ അമ്മയെ ചോദ്യം ചെയ്തു. ഞങ്ങളുടെ മുമ്പിൽ വെച്ചായിരുന്നല്ലോ. അച്ഛനും അളിയൻ ചേച്ചിയും എപ്പോഴും ജയിച്ചു നിൽക്കണമെന്ന് തന്നെ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഇന്ന് അമ്മയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അച്ഛൻ തോറ്റുപോയി. അച്ഛൻ്റെ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി. അച്ഛൻ കേൾക്കുന്നുണ്ടോ? നീ പറഞ്ഞോ. അച്ഛൻ എന്തുകൊണ്ടാ ഞങ്ങൾ ആരെയും അളിയൻ ചേച്ചി അടുത്ത് കൊണ്ടുപോകാത്തത്? എന്തുകൊണ്ടാ അളിയൻ ചേച്ചിയുടെ അഡ്രസ്സ് ഞങ്ങൾക്ക് തരാത്തത്? അച്ഛനോട് ഞങ്ങൾ പലവട്ടം ചോദിച്ചു. അപ്പോഴേക്ക് അച്ഛൻ എന്തൊക്കെയോ ഒഴിവുകൾ പറഞ്ഞു. അത് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ അളിയൻ ചേച്ചിയും എത്ര ചോദിച്ചിട്ടും അഡ്രസ്സ് പറയുന്നില്ല. കഴിഞ്ഞ തവണ ഞാൻ ചോദിച്ചപ്പോൾ അതിനൊന്നും സമയമായിരുന്നു പറഞ്ഞ് ഒഴിഞ്ഞു മാറി. എന്താ അതിന് കാരണം? എന്നോട് പറയാമോ? അളിയൻ ചേച്ചി എവിടെയുണ്ടെന്ന് ഞാൻ ആരുടെ അടുത്തും പറയുന്നില്ല. ഇനി ഒളിച്ചു വെക്കുന്നതിന് മകനിൽ സംശയം വളർത്തുമെന്ന് ബാലചന്ദ്രന് മനസ്സിലായി. ഇനിയെങ്കിലും രോഹിത്തിനോട് സത്യങ്ങൾ പറയണം. അല്ലെങ്കിൽ അവനെയും എന്നെയും അളിനെയും തെറ്റിദ്ധരിക്കും. ഇനി അവൻ വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടുമെന്ന് ബാലചന്ദ്രൻ ഉറപ്പായി. ഇവിടെ വന്നിരിക്ക്. അയാൾ കടലിലേക്ക് വിരൽ ചൂണ്ടി. രോഹിത്ത് വന്ന് കടലിലിരുന്നു. ശരി, നിനക്ക് എന്താ അറിയേണ്ടത്? ചോദിച്ചോ. അച്ഛനും അമ്മയും കൂടി ജീവിതം കൺമുമ്പിൽ കാണുന്നവരാ ഞങ്ങൾ. അലീന ചേച്ചി ഇവിടെ വരുന്നതിന് മുമ്പ് ഇപ്പോഴും അച്ഛനും അമ്മയും കൂടി ഇണക്കത്തിലാണ് ജീവിച്ചു പോകുന്നതെന്ന് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അലീന ചേച്ചി ഈ വീട്ടിൽ വന്നതിന് ശേഷം അതിൽ ചില താളപ്പിഴവുകളൊക്കെ ഉണ്ടായി. അത് അമ്മയുടെ തെറ്റിദ്ധാരണ കൊണ്ടായിരുന്നു. ഇപ്പോൾ അലീന ചേച്ചി പോയി, വീട് വിട്ടുപോയി. അമ്മ തിരിച്ചു വന്നു. പക്ഷേ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം പഴയ നിലയിലായിട്ടില്ല. അച്ഛൻ ഈ ബെഡ്റൂമിൽ, അമ്മ താഴെ ഒരു മുറിയിൽ. അച്ഛൻ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നതിന് അമ്മയ്ക്ക് ഭയങ്കര അമർഷവും ദുഃഖമുണ്ടെന്ന് എനിക്ക് തോന്നിയത്. ശാന്തയോടെയും ബഹുമാനത്തോടുമാണ് സംസാരിച്ചത്. ജയന്തിക്ക് അമർഷമുണ്ടാവാം. ബാലചന്ദ്രൻ സമ്മതിച്ചു. എനിക്ക് 2 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് അച്ഛൻ താഴെ വരാത്തത്? അലീന ചേച്ചിയുടെ അഡ്രസ്സ് ആര് ചോദിച്ചാലും കൊടുക്കാത്തത് എന്ത് കാരണം കൊണ്ടാ? ഞങ്ങൾ തമ്മിൽ പഴയ പോലൊരു ജീവിതം ഇനി സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഞാൻ താഴേക്ക് വരാത്തത്. ഒരിക്കലും സാധ്യമല്ല. ചോദിക്കുന്നതിൻ്റെ തെറ്റാണെങ്കിലും അച്ഛൻ ക്ഷമിക്കണം. അലീന ചേച്ചിയുമായി അതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായും ഉണ്ട്. ബാലചന്ദ്രൻ സമ്മതിച്ചു. അതെന്താണ്? അലീന ചേച്ചിയും അച്ഛനും അമ്മയും കൂടെ തെറ്റിപ്പിരിയാൻ മാത്രം എന്ത് ബന്ധമാണ് അത് സംബന്ധിച്ചുള്ളത്? എന്നോട് പറയാൻ പറ്റുമോ അച്ഛന്? പറയാം. ബാലചന്ദ്രൻ കൈത്തലങ്ങൾ കൂട്ടിത്തിരുമ്മി. നിന്നെ വിശ്വസിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നീയെങ്കിലും അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ട്. പക്ഷേ നിന്റെ മനസ്സിൽ നിന്ന് അതൊരു പുറത്തു പോകരുത്. ആ ഉറപ്പ് നീ എനിക്ക് തരണം. അച്ഛൻ മുഖത്തേക്ക് ഉറ്റുനോക്കവേ രോഹിത്തിന് നേരിയ ഉൾഭയം തോന്നി. സംസാരിച്ചു തുടങ്ങിയപ്പോൾ ബാലചന്ദ്രൻ മനസ്സിലായി, താൻ വിചാരിച്ച പോലെയല്ല, അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. രോഹിത്തിനോട് അത് തുറന്നു പറയുകയും ചെയ്തു. എനിക്കിത് പറയാം, നീ കരുതുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എൻ്റെ മകനോടാണ് സംസാരിക്കേണ്ടത്. അതിന് ചില പരിമിതികളുണ്ടല്ലോ. അച്ഛൻ അത്ര വിഷയമാണെങ്കിൽ പറയണ്ട. രോഹിത്ത് പറയുന്നതുപോലെ തന്നെ വിഷമകരമായി പറയാതിരിക്കുന്നതും. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് നിനക്കറിയാലോ. OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണാൻ കാത്തിരിക്കുന്ന രോഗിയെ പോലെയാണ് ഞാൻ. ഏത് നിമിഷവും വിളിക്കപ്പെട്ടേക്കാം. ഗ്യാരണ്ടി തീർന്ന് പെട്ടെന്ന് എൻ്റെ മരണം സംഭവിച്ചാൽ ഇക്കാര്യം ആരും അറിയാതെ പോകരുതല്ലോ. അച്ഛൻ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നത്? രോഹിത്തിന് അസ്വസ്ഥനായി. നിന്നോട് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. അലീനെക്കുറിച്ച് ജയന്തിയെക്കുറിച്ചുമാണ് എനിക്ക് പറയാനുള്ളത്. അച്ഛൻ ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ അച്ഛന് തന്ന വാക്ക് പാലിക്കും. ബാലചന്ദ്രൻ കൈപ്പടങ്ങൾ വിടർത്തി അതിലേക്ക് നോക്കിയിരുന്നു. എന്നിട്ട് മുഖമേർത്തി രോഹിത്തിനെ നോക്കി. നിനക്കറിയാമായിരിക്കും, എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കൽ കൊല്ലപ്പള്ളിയിലെ കൈതക്കൽ മാളിക വീട്ടിൽ ആശ്രിതരായിരുന്നു. അതമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, അച്ഛനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി. ആ കാലത്ത് എനിക്കൊരു മോഹമുണ്ടായിരുന്നു, ജയന്തിയെ കല്യാണം കഴിക്കണമെന്ന്. നന്നേ ചെറുപ്പമാണ് ഞാൻ. PG കഴിഞ്ഞിട്ടേ ഉള്ളൂ. അക്കാലത്ത് എന്നെപ്പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അതിമോഹമായിരുന്നു. അഹങ്കാരം എന്നൊക്കെ പറയാം. ചെറിയ പ്രായമല്ലേ, ബുദ്ധിയും ബോധവും ഒന്നും വികസിച്ചിട്ടില്ല. എന്തായാലും ഞാൻ ആ ഇഷ്ടം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് അച്ഛൻ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ഉള്ളതൊക്കെ വിറ്റുപെറുക്കി കൊല്ലപ്പള്ളിയിൽ നിന്ന് കുടുംബസമേതം സ്ഥലം വിടേണ്ടി വന്നു. അത് കഴിഞ്ഞാൽ ഞാൻ ഗൾഫിൽ പോയതും പൈസ ഉണ്ടാക്കിയതുമെല്ലാം. രോഹിത്ത് മൂളി.
നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പഴയൊരു വാശി വെച്ച് ജയന്തിയെ കല്യാണം ആലോചിച്ച് ഒരു ബ്രോക്കർ ഉണ്ടായിരുന്നു സഹായത്തിന്. ആദ്യം കുറെ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് ജയന്തിയുടെ അച്ഛനും ആങ്ങളമാരുമെല്ലാം സമ്മതം മൂളി. ജയന്തിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്ന് പിൻകാലത്താണ് ഞാൻ അറിയുന്നത്. എന്തായാലും കൊല്ലപ്പള്ളിയിലെ ശിവനേട്ടനും നീലഗിരിയിലെ ഗംഗേട്ടനുമെല്ലാം കൂടി ഞങ്ങളുടെ വിവാഹം നടത്തി. രോഹിത് തലയാട്ടി. നീ വിചാരിക്കുന്നുണ്ടാവും അച്ഛനീ പറഞ്ഞതും അലീനയും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതിനു മുമ്പ് ഞാനും നിന്റെ അമ്മയും തമ്മിലുള്ള വിവാഹം നടക്കാനുണ്ടായ സാഹചര്യം പറഞ്ഞെന്നുവെന്ന് മാത്രം. എനിക്ക് മനസ്സിലായി. രോഹിത് സമ്മതിച്ചു. ഹലീന ഇവിടെ ജോലിക്ക് വന്ന ശേഷം ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി. ജയന്തിയും ബബിതയും നീയൊക്കെ അവളെ ശത്രു നിരതിലായിരുന്നു വെച്ചിരുന്നത്. രോഹിത്തിൻ്റെ മുഖം വിളറി വെളുത്തു. കഴിഞ്ഞ കാര്യങ്ങൾ നീ അതൊന്നും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം. നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല. നീയും അരിയും കൂടെ ചേർന്ന് അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. കത്രിക എടുത്ത് വയറ്റത്ത് കുത്തിയിറക്കിയ അവൾ രക്ഷപ്പെട്ടത്. അച്ഛ, അന്നത്തെ അറിയില്ലായ്മയും അഹങ്കാരം കൊണ്ടും അങ്ങനെയെല്ലാം സംഭവിച്ചു പോയി. ഇനി അതൊക്കെ എന്തിനാ പിന്നെയും? രോഹിത് വേദനയോട് ചോദിച്ചു. പഴയ കാര്യം പറഞ്ഞ് നിന്നെ കുത്തി നോവിക്കാൻ വേണ്ടിയല്ല. ഞാൻ ഇനിയും പറയാൻ പോകുന്ന സംഗതിക്ക് ഓർമ്മപ്പെടുത്താൻ അത്യാവശ്യമായതുകൊണ്ടാണ്. ബാഴ്സർമൻ അവരെ സാന്ത്വനിപ്പിക്കും വിധം ശാന്തസ്വരത്തിൽ പറഞ്ഞു. അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം നീയും വൈജയന്തിയുമെല്ലാം ഒരു തരം പ്രതികാര മനോഭാവത്തോടെയാണ് അലീനയോട് പെരുമാറിയത്. അതിൽ മനനൊന്ത് അലീന ഈ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ആഗ്രഹിച്ചു. അവളുടെ സങ്കടങ്ങൾ വിവരിച്ചുകൊണ്ട് അവൾ എറണാകുളത്തുള്ള രേവതിക്കുട്ടിക്ക് ഒരു കത്തെഴുതി. മറ്റാരും അറിയാത്ത ചില രഹസ്യങ്ങളും കത്തിലുണ്ടായിരുന്നു. രജിസ്ട്രേഡ് കത്തായതുകൊണ്ട് അവിടെ രേവതിക്കുട്ടിയും മാമച്ചനും ഭാര്യയും ടൂറിലായതുകൊണ്ട് തന്നെ ആ കത്ത് കൈപ്പറ്റാൻ സാധിച്ചില്ല. അത് റിട്ടേർഡ് ചെയ്തു തിരികെ ഇവിടെ തന്നെ വന്നു. മഴയുള്ള ഒരു ദിവസം ജ്വല്ലറിയിലേക്ക് പോകാനിറങ്ങിയ എൻ്റെ കയ്യിൽ പോസ്റ്റ്മാൻ തന്ന കത്തുകളിൽ അലീനയോടെ മടങ്ങി വന്ന കത്തും ഉണ്ടായിരുന്നു. ജ്വല്ലറിയിൽ വെച്ച് ഞാനത് പൊട്ടിച്ചു നോക്കി. അങ്ങനെയാണ് അച്ഛൻ ഞാനും രോഹിത്തും കൂടി നടത്തിയ പ്ലാനിങ്ങിനെ പറ്റി അറിഞ്ഞതല്ലേ? രോഹിത് ചോദിച്ചു. മലയാള മനോരമ എന്ന വീക്കിലി നോവലിൽ കത്തിലൂടെയാണ് ബാലചന്ദ്രൻ സത്യങ്ങളൊക്കെ അറിഞ്ഞത്. എന്നാൽ സീരിയലിൽ റെക്കോർഡ് വെച്ചാട്ടോ മലയാള മനോരമയിലെ നോവലായിട്ടാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. അങ്ങനെയാണ് അച്ഛനും ഞാനും ഹരിയും കൂടി നടത്തിയ പ്ലാനിങ്ങിനെ പറ്റി അറിഞ്ഞതല്ലേ? രോഹിത് ചോദിച്ചു. അലീന അതിനെപ്പറ്റി വിസ്തരിച്ച് രേവതിക്കുട്ടി എഴുതിയിരുന്നു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് അലീന ചേച്ചി തന്നെ അച്ഛനോടെല്ലാം പറഞ്ഞെന്നായിരുന്നു. അവളുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. ഞാൻ എത്രയ്ക്ക് കുത്തി നോവിച്ചിട്ടും അവൾ ഒന്നും വിട്ടു പറഞ്ഞില്ല. അതവിടെ നിൽക്കട്ടെ. എനിക്ക് പറയാനുള്ള വിഷയം അതല്ല. നീയും ഹരിയും കൂടി നടത്തിയ ഗൂഢാലോചനയേക്കാൾ എന്നെ നടുക്കിയ മറ്റൊരു സംഗതി അലീനയുടെ കത്തിലടങ്ങിയിരുന്നു. ബാഴ്സർമൻ എന്ന മനുഷ്യൻ അയാളുടെ അന്നേ വരെയുള്ള ജീവിതം അയാൾ വെട്ടിപ്പിടിച്ചതും സ്വന്തമാക്കിയതുമെല്ലാം സകല നാട്ടങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി. രോഹിത് ആശ്ചര്യത്തോടെ അച്ഛൻ്റെ മുഖത്തേക്ക് തന്നെ ഇമ വെക്കാതെ നോക്കി. എന്തായിരുന്നു അച്ഛ അത്? പറയാം. ഞാൻ അറിഞ്ഞതെന്താണെന്നോ അതിനൊരു സ്ഥിരീകരണം എനിക്ക് വേണമായിരുന്നു. ആരോടും ഒന്നും പറയാതെ ഞാൻ തന്നെ നീലഗിരിയിലേക്ക് പോയി. ഗംഗേട്ടനെ കണ്ടു. അദ്ദേഹമാണ് ഞാനും ജയന്തിയും തമ്മിലുള്ള വിവാഹം നടത്താൻ കൂടുതൽ താല്പര്യം കാണിച്ചത്. ഗംഗേട്ടനോട് എനിക്ക് ഒരേ ഒരു ചോദ്യമേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. നിന്റെ അമ്മ വൈജയന്തി എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നോ? രോഹിത് ഞെട്ടിപ്പോയി. അച്ഛൻ എന്താ ശബ്ദമാണ് ഈ പറയുന്നത്? സമുചിതബോധം തീരെയില്ലേ അച്ഛന്? ഗംഗേട്ടൻ ഒഴിഞ്ഞുമാറാൻ പഴുതൊന്നുമില്ലായിരുന്നു. ഗംഗേട്ടൻ ആഗ്ര കോൺവെന്റിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് വൈജയന്തി കുറേ കാലം ഗംഗേട്ടനൊപ്പം താമസിച്ചു പഠിക്കുകയാണ്. അവിടെ ഒരു സ്കൂൾ ടീച്ചറായി ജോലി നോക്കുകയും ചെയ്തിരുന്നു. അക്കാലത്ത് തൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു സൈനിക ഓഫീസറുമായി ജയന്തിക്ക് അടുപ്പത്തിലായി എന്ന് ഡൽഹിയിലെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഗംഗേട്ടൻ ട്രാൻസ്ഫറായി പോയപ്പോൾ വൈജയന്തി അവരോടൊപ്പം കുറേ കാലം ഒന്നിച്ച് താമസിക്കാനിടയായി എന്നും ഗംഗേട്ടൻ എന്നോട് സമ്മതിച്ചു. ഗംഗേട്ടനും കൊല്ലപ്പള്ളിക്കാരും കൂടി വിവരം അറിഞ്ഞ് ജയന്തിയെ കൈയോടെ പിടികൂടി തിരുവനന്തപുരത്ത് ഒരു ബന്ധുവിൻ്റെ വീട്ടിലെത്തിച്ചു. ജയന്തി അന്ന് പൂർണ്ണ ഗർഭിണിയായതിനാൽ നാട്ടുകാരുടെ അപവാദം ഭയന്ന് കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുവന്നില്ല. പകരം നെയ്യാറ്റിൻകരയിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് വൈജയന്തിയുടെ പ്രസവം അതീവ രഹസ്യമായി നടത്തി. കുട്ടി മരിച്ചുപോയെന്നും വൈജയന്തിയെ സ്നേഹിച്ചിരുന്ന ആൾ അവളെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചുവെന്നും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് വൈജയന്തിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഇത്രയും കാര്യങ്ങൾ ഗംഗേട്ടൻ എൻ്റെ അടുത്ത് സമ്മതിച്ചു. രോഹിത് സ്തംഭിച്ചിരിക്കുകയാണ്. വാക്കുകൾ പൊട്ടിത്തെറിച്ചു. ചീളുകൾ പോലെ അവൻ്റെ തലച്ചോറിലൂടെ ചീറിപ്പായുന്നുണ്ട്. അവൻ്റെ മനസ്സിലെ വിഗ്രഹങ്ങളും ശിരസും കൈകാലുകളെല്ലാം തകർന്ന് നിലം പതിക്കുന്നു. നിനക്ക് വിശ്വസിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. വിശ്വസനീയമായ കള്ളങ്ങൾ ഉള്ളതുപോലെ തന്നെ അവിശ്വസനീയമായ തത്വങ്ങളുണ്ട്. ആത്മഹത്യ ചെയ്യണോ കൊലപാതകം നടത്തണോ എന്നറിയാതെ ഭ്രാന്തമായ ഒരവസ്ഥയിൽ കൂടിയാണ് ആ ദിവസങ്ങളിൽ നിന്റെ അച്ഛൻ സഞ്ചരിച്ചത്. നിനക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു സത്യം കൂടി ഞാൻ പറയാം.
ബാലസനമൻ ഒരു മാത്രം നിർത്തിയിട്ട് രോഹിത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അന്ന് നെയ്യാറ്റിൻകരയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് നിന്റെ അമ്മ പ്രസവിച്ച കുഞ്ഞ് യഥാർത്ഥത്തിൽ മരിച്ചു പോയിരുന്നില്ല. അതിനെ നിന്റെ അമ്മയുടെ വീട്ടുകാർ ഒരു അനാഥയത്തിൽ ഉപേക്ഷിച്ചു കളഞ്ഞു. അച്ഛനാരെന്നറിയാതെ അമ്മയാരാണെന്നറിയാതെ കൂടപ്പിറപ്പുകൾ ആരാണെന്നറിയാതെ ആ പെൺകുഞ്ഞ് അവിടെ വളർന്നു 23 വർഷക്കാലം. അവളുടെ പേരാണ് അലീന, നിന്റെ അമ്മ പ്രസവിച്ച മകൾ. രോഹിത്തിൻ്റെ ശരീരത്തിൽ അടിമുടി ഒരു വിറയൽ കടന്നുപോയി. അവൻ്റെ ഹൃദയത്തിലേക്ക് ശോഭിച്ച ഒരു കടൽ മുഴുവൻ അടിച്ചു കയറി. അവൻ ഹൃദയഭിത്തികൾ ധ്വനിച്ചു. അവൻ ആനടിച്ചു. അവൻ ആ ഒരു പ്രതിമ കണക്കാകെ നെട്ടിത്തരിച്ചു നിന്നു. വൈജയന്തി സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞ ശേഷമാണ് അലീനെ ഒരു വേലക്കാരിയായി ഈ വീട്ടിൽ വന്നത്. നീ അവളുടെ അനുജനാണെന്നും ബബിതയും കൃഷ്ണമോളും അനുജത്തിമാരാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവളെ ഇത്രയധികം സ്നേഹിച്ചതും നിങ്ങൾക്ക് വേണ്ടി പ്രാണൻ കളയാൻ പോലും അവൾ ഒരുങ്ങിയത്. രോഹത്തിന് ശ്വാസം നിലച്ച പോലെ ഇരിക്കുകയാണ്. ഒന്ന് തൊട്ടാൽ പൂഴിമണ്ണ് പോലെ അവൻ പൊടിഞ്ഞു വീഴുമെന്ന്, ഒന്ന് ഊതിയാൽ അവൻ പഞ്ഞിത്തുണ്ട് പോലെ പറന്നു പോകുമെന്നും ബാലസനമൻ തോന്നി. പക്ഷേ വൈജയന്തിക്ക് അറിയില്ല അലീന അവളുടെ മകളാണെന്നും അവൾ പ്രസവിച്ച കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നോ ഒരു ഓർഫനേജിൽ അത് വളർത്തുന്നു വലുതായി എന്നോ അവൾക്ക് അറിയില്ല. രോഹിത്തിൻ്റെ കാതിനുള്ളിൽ ഒരു കൊടും ചുഴലിക്കാറ്റ് ആരവം മാത്രം. അവനൊന്നും കേൾക്കാൻ പാടുന്നില്ല. അലീന ആദ്യമായി ഈ വീട്ടിലെത്തിയത്, അവൻ അവളുടെ അടുക്കാൻ പ്രേമിച്ചതും ശൃംഗാര സൂഷ്ടികൾ അവൾക്ക് നേർക്ക് കാണിച്ചതും വെറുപ്പും വിധേയതും അവൾക്കെതിരെ നടത്തിയ ഗൂഢാലോചനയും അവൾക്ക് എതിരെ നടത്തിയ എല്ലാ കാര്യങ്ങളും അവൻ്റെ കൺമുമ്പിൽ തെളിഞ്ഞു വന്നു. അപ്പോഴെല്ലാം അലീന ചേച്ചിക്ക് അറിയാമായിരുന്നു താൻ ചേച്ചിയുടെ സ്വന്തം സഹോദരനാണെന്ന്. നീലക്കിടക്കി വിരിച്ച മഷിത്തുള്ളികൾ വീണതുപോലെയായി പാടുകൾ പതിർന്നു കണ്ട് ബാലസനമൻ അമ്പരപ്പിൽ രോഹിത്തിനെ നോക്കി. അവൻ്റെ കണ്ണുനീരൊഴുകി ബെഡ്ഷീറ്റെല്ലാം നനഞ്ഞു കുതിർന്നു. രോഹിത്ത് അവൻ മുഖമുയർത്തി. ഒരു കണ്ണിൽ നിന്ന് ധാരണയെ കണ്ണുനീർ ഒഴുകുന്നു. അച്ഛൻ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. പെട്ടെന്നവൻ വിങ്ങിപ്പൊട്ടി. പറയാനുള്ള സമയമായിട്ടില്ലായിരുന്നു. ഇപ്പോൾ നിന്നോട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അച്ഛൻ അലീനയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് തെറ്റിച്ചുകൊണ്ടാണ് നിന്നോടിപ്പോൾ ഞാനിത് പറയുന്നത്. എനിക്ക് വല്ലതും സംഭവിച്ചു പോയാൽ അതിനു മുമ്പ് നീയെങ്കിലും സത്യം അറിഞ്ഞിരിക്കണം എന്നെനിക്ക് തോന്നി. താങ്ങാൻ വയ്യായിടത്തോളം തെറ്റിദ്ധാരണകളും അച്ഛൻ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ഞാൻ മാത്രമല്ല അലീനയും. അച്ഛനെ പറയാമായിരുന്നു അലീന ചേച്ചിയോട് ഞങ്ങൾ എല്ലാവരും എന്തെല്ലാം ദ്രോഹം ചെയ്തു വച്ചാ അതൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ. രോഹിത്ത് ഏങ്ങലടിച്ചു. ബാലസനമൻ ഒന്നും മിണ്ടാതെ അവൻ്റെ തോളത്ത് മെല്ലെ തട്ടിക്കൊണ്ടിരുന്നു. രോഹിത്ത് പെട്ടെന്ന് തന്നെ ഒരു ഷർട്ടിന് തുമ്പുയർത്തി കണ്ണു തുടച്ചുകൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബാലസനമൻ ആശയക്കുഴപ്പത്തിൽപ്പെട്ടതുപോലെ അല്പനേരം കൂടി അവിടെ തന്നെ ഇരുന്നു. രോഹിത്തിൻ്റെ റൂമിലേക്ക് രോഹിത്ത് പോയത്. അവൻ അവിടെ ഇരുന്ന് കരയുകയാണ്. വാ, നീ എഴുന്നേറ്റ് ഉറങ്ങാൻ കിടക്ക്, അയാൾ അടക്കിയ സ്വരത്തിൽ പറഞ്ഞു. വെറുതെ എല്ലാവരെയും വിവരം അറിയിക്കരുത്. നിന്നെ വിശ്വസിച്ചാ ഞാൻ ഈ സത്യം നിന്നോട് പറഞ്ഞത്. അച്ഛന് മുമ്പേ തന്നെ പറയാമായിരുന്നില്ലേ എന്തൊക്കെയാ ദ്രോഹങ്ങളാ അലീന ചേച്ചിയോട് ചെയ്തത്. അത് അവൾ ജയന്തിയുടെ മകളായത് കൊണ്ടല്ല, എൻ്റെ മകളുടെ ചേച്ചിയായത് കൊണ്ടാ. അവളുടെ സ്നേഹവും നന്മയും സ്വഭാവമൊക്കെ കണ്ടിട്ടാ എനിക്ക് അവളുടെ ഇഷ്ടം തോന്നിയത്. അല്ലാതെ വൈജയന്തി പ്രസവിച്ചെന്നൊരു ഗുണം മാത്രമേ അവൾക്കുള്ളൂ. അലീന ചേച്ചി ഇപ്പോൾ എവിടെയാണെന്ന് അച്ഛൻ പറഞ്ഞില്ല. ജയന്തിയുമായി ആഗ്രയിൽ വെച്ച് അടുപ്പമുണ്ടായിരുന്ന ആ മിലിറ്ററി ഓഫീസറുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അയാളുടെ മകളാണ് അലീന. അയാളെ തേടിപ്പിച്ച് ഇപ്പോൾ അവളുടെ സ്വന്തം അച്ഛൻ്റെ കയ്യിലാണ് അവൾ. രോഹിത്ത് ആശുപത്രിയിലെ അച്ഛനെ നോക്കിയിരുന്നു. അമ്മ എന്തെങ്കിലും ഇതറിയേണ്ട അച്ഛാ. അമ്മ ഇതറിയുന്നതാണ് നിനക്ക് പ്രധാനമെങ്കിൽ ഇക്കാര്യം എല്ലാവരോടും പറയാം. ബബിതയും കൃഷ്ണമോളും എല്ലാവരും അറിയാം. പക്ഷേ അന്ന് ഈ അച്ഛനുണ്ടാവില്ല. അച്ഛാ, രോഹിത്തിനെ കണ്ടമിടറി. അലീന ചേച്ചി ഈ വീട്ടിലില്ലല്ലോ താമസിക്കേണ്ടത്, നമ്മുടെ കൂടെയല്ലേ താമസിക്കേണ്ടത്. എന്നിട്ട് വേറെ എവിടെയോ പോയി. എനിക്കിനി ഒന്നും നിന്നോട് പറയാനില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയും നിനക്കുണ്ടെന്ന എൻ്റെ വിശ്വാസം. ഇന്ന് രാത്രി നീ ശാന്തമായിട്ട് ഉറങ്ങി. നേരം വെളുക്കുമ്പോൾ നിനക്കൊരു ഉത്തരം കിട്ടിയിരിക്കും. ബാലസനമൻ അവൻ്റെ തോളത്ത് തട്ടിയിട്ട് മുറി വിട്ടിറങ്ങി. വാതിൽ ചാരി കിടക്കയിൽ കിടന്നെങ്കിലും രോഹിത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവനന്ന് രേവതിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ എടുത്ത ഫോട്ടോകളെല്ലാം ഫോണിൽ നോക്കി. നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്ന അലീനെ കാണും തോറും അവൻക്ക് സങ്കടം ഇരട്ടിയായി വന്നു. ഒരേ അമ്മയുടെ വയറ്റിൽ പിറന്നവർ. എന്നിട്ട് ഞാൻ എത്ര ക്രൂരമായിട്ടാണ് ചേച്ചിയോട് പെരുമാറിയത്. തനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായില്ലല്ലോ എന്നെല്ലാം ഓർത്ത് വിങ്ങി വിങ്ങി കരഞ്ഞു രോഹിത്ത്. പിറ്റേ ദിവസം രോഹിത്തിന് അലീനെ കാണണമെന്ന ഒരു വാശിയായിരുന്നു. ബാലചന്ദ്രനോട് ആവശ്യം പറഞ്ഞു. എനിക്ക് അലീന ചേച്ചി കാണണം അച്ഛാ, പ്ലീസ് എന്നെ ഒന്ന് കൊണ്ടുപോ. നാളെ ആവട്ടെ, ഇന്ന് നടക്കില്ലെന്ന് ബാലചന്ദ്രൻ പറഞ്ഞു. അലീന പൂച്ചെടികൾ നനക്കുകയാണ്. ഓതിക്കുട്ടി ചേനുമുണ്ട് അവളോടൊപ്പം. അയാൾ പൈപ്പ് പിടിച്ചു കൊടുത്ത് പൂക്കളൊക്കെ നടക്കുന്ന രാവിലെ ജീപ്പ് ഓടിച്ച് തോട്ടത്തിലേക്ക് പോയ സ്റ്റാലിൻ ഇനിയും മടങ്ങി വന്നിട്ടില്ല. ഹോൺ ശബ്ദവും കാറിൻ്റെ ഇടപെടലും കേട്ട് അലീന മുഖം തിരിച്ച് നോക്കി. കടപ്പാട്ടിലെ അച്ഛൻ്റെ കാറ്. അലീന അതിശയിച്ചു പോയി. ഓതിക്കുട്ടച്ചൻ എന്ന അവളുടെ മുത്തശ്ശൻ നെറ്റി തുളിച്ചു. അയാളുടെ ബാലസനമനെ കാർ തിരിച്ചറിഞ്ഞു. മിന്നാന്നല്ലേ അയാൾ ഇവിടെ വന്നിട്ട് പോയത്. അനിഷ്ടത്തോടെ മുത്തശ്ശൻ പിറുപിറുത്തു. ഇങ്ങനെ കൂടെ വരുന്ന ലാലിച്ചന് ഇഷ്ടപ്പെടില്ല.
കാറ് മുറ്റത്ത് എത്തിയപ്പോഴേക്കും അലീന ഹോസ് താഴെയിട്ട് കാറിനടുത്തേക്ക് ഓടിച്ചെന്നു. ബാലചന്ദ്രൻ കാറിൽ നിന്നിറങ്ങി. അച്ഛൻ എന്താ പിന്നെ വന്നത്, എന്തു പറ്റി? അവൾ ഉത്കണ്ഠയോട് ചോദിച്ചു. ഞാൻ മാത്രമല്ല, രോഹിത്തുമുണ്ട്, അവൻ നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് അവൾ കാറിനുള്ളിലേക്ക് നോക്കിയത്. രോഹിത്ത് കാറിൽ ഇരിപ്പുണ്ട്. അലീന അമ്പരപ്പോടെ ബാലചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി. അതിന് അനേകം അർത്ഥങ്ങളുണ്ടായിരുന്നു. അതിൽ ധാരാളം ചോദ്യങ്ങൾ അടങ്ങിയിരുന്നു. 2 നിമിഷം കൊണ്ട് അലീന സമചിത്തം പോകാതെടുത്ത് കാറിന് ഡോറ് തുറന്നു. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു. അവൻ്റെ മുഖത്ത് സന്തോഷമല്ല, കഠിനമായ വേദന കണ്ട്. അലീന, ബാലചന്ദ്രൻ പറഞ്ഞു, നീ അവനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോ, അവന് നിന്നോട് സംസാരിക്കണം, ഇവിടെ വെച്ച് ഒന്നും പറയണ്ട. അലീന രോഹിത്തിനെയും കൊണ്ട് റൂമിലെത്തിയ രോഹിത്താണെങ്കിലോ അലീനയും കെട്ടിപ്പിടിച്ച് പെട്ടെന്ന് പൊട്ടുകയാണ്. അലീന ചേച്ചി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, സഹോദരങ്ങളാണ്, അനിയത്തിയാണ്, എല്ലാം അറിഞ്ഞിട്ട് ചേച്ചി ഞങ്ങളുടെ മുമ്പിൽ ഒരു വേലക്കാരി പോലെ നിന്നല്ലോ, ചേച്ചിക്ക് എന്നോട് പറയാമായിരുന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടപ്പോൾ അലീന, മോനെ അതൊന്നും നിങ്ങളെ അറിയിക്കാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പേടിച്ചിട്ടാ എല്ലാം എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത്. പക്ഷേ ആരറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചോ ആൾ തന്നെയാണ് ആദ്യമായിട്ട് ഞാൻ ആരാണെന്ന് സത്യം തിരിച്ചറിഞ്ഞത്. അതോടുകൂടെ അച്ഛനും അമ്മയും രണ്ടായില്ലേ, അവരെന്തെങ്കിലും ഒരുമിക്കുമോ എന്നൊരാശങ്കയോടെ അലീന പറഞ്ഞത് കേട്ട് രോഹിത്ത് കരച്ചിലടക്കി പിടിച്ചു നിന്നു. അങ്ങനെ രോഹിത്ത്, ഞാൻ ഇവിടെ നിൽക്കാണ് അച്ഛാ, അലീന ചേച്ചിയുടെ കൂടെ 1-2 ദിവസം നിന്നിട്ട് വരാമെന്ന് പറയാണ്. ബാലചന്ദ്രൻ സമ്മതിച്ചില്ലെങ്കിലും പിന്നെ അലീനയുടെ നിർബന്ധം കൊണ്ട് തന്നെ ബാലചന്ദ്രൻ അത് സമ്മതിക്കേണ്ടി വരികയാണ്. രോഹിത്തില്ലാതെ തിരികെ വരുന്ന കാണുമ്പോൾ വൈജയന്തി ചോദിക്കുന്നത്, അല്ല നിങ്ങൾ രോഹിത്തും കൂട്ടിയല്ലേ പോയത്, എന്നിട്ട് അവനെവിടെ എന്ന് ചോദിക്കാണ്. ആ ഒരു സമയത്ത് ബാലചന്ദ്രൻ പറയും, അവൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, അവൻ എന്തായാലും സുരക്ഷിതമായിട്ട് ഒരിടത്തുണ്ട്. ഓ, നിങ്ങളിപ്പോൾ അവനെയും നിങ്ങളുടെ വഴിയിലേക്ക് തെളിയിക്കാൻ തുടങ്ങിയോ? വൈജയ, അനാവശ്യ കാര്യങ്ങൾ പറയരുത്. അങ്ങനെ വൈജയ്ക്ക് രോഹിത്ത് പോയതോടുകൂടെ അങ്ങ് കലിപ്പാവട്ടോ. അലീന ചേച്ചിക്കരികിലേക്കാണ് രോഹിത്ത് പോയെന്ന കാര്യം പിന്നീട് കൃഷ്ണയും ബബിതയും കൂടെ വൈജയോട് പറയുന്നുണ്ട്. അതോടുകൂടി രോഹിത്ത് വന്നതും രോഹിത്തിൻ്റെ നേരെ തട്ടിക്കയറാണ്. അച്ഛൻ്റെ പാത പിന്തുടരാൻ പോയതല്ലടാ നീ എന്ന് ചോദിച്ച് വല്ലാതെ ബഹളം വെക്കാണ് വൈജയന്തി. ആ ഒരു സമയത്ത് രോഹിത്ത് പറയും, അമ്മേ വെറുതെ അനാവശ്യ കാര്യങ്ങൾ പറയണ്ട, ഞാൻ പോയത് അലീന ചേച്ചിയുടെ കൂടെ 2 ദിവസം നിൽക്കാൻ വേണ്ടിയാണ്. ആ പൊയ്ക്കോ, നിന്റെ അച്ഛൻ പോകുന്നുണ്ടല്ലോ, ഇതുവരെ അമ്മയുടെ പ്രശ്നം ഞങ്ങൾ ആരെയും കൂട്ടി അച്ഛൻ പോകുന്നില്ല എന്നായിരുന്നു, ഇപ്പം ഞങ്ങളെ കൂട്ടുപോയതാണോ അമ്മയുടെ പ്രശ്നം? എടാ, എന്നാലും നിനക്കൊരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ലേ, എന്നിട്ട് പോവാമായിരുന്നു. അമ്മ എന്തായാലും സമ്മതിക്കുന്നില്ല, അത് തന്നെയാ പറയാതെ പോയത്. ഓ, എല്ലാവരെയും മയക്കി വെച്ചിരിക്കുക അവളെന്ന് പറഞ്ഞ് അലീനെ കുറേ പ്രാഗി പറയുന്നത്. അമ്മയ്ക്ക് പറയാൻ പറ്റുമോ, നെഞ്ചിക്കുക കൈത്തൊട്ടുകാണ് പറയാൻ പറ്റുമോ അമ്മയ്ക്ക്? അമ്മ ഒരു തെറ്റും ചെയ്യാതെയാണ് ഇത്രയും കാലം ജീവിച്ചതെന്ന് അമ്മക്ക് പറയാൻ വേണ്ടി പറ്റുമെന്ന് രോഹിത്തിൻ്റെ ചോദ്യം കേട്ടതും വൈജയന്തി തറച്ചു നിൽക്കാട്ടോ. ഇത്രയും കാലം അങ്ങനൊരു ചോദ്യം പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ വൈജയന്തിക്ക് സംശയമായി തുടങ്ങും. ഇനിയിപ്പോൾ തൻ്റെ പഴയ കാര്യങ്ങളെല്ലാം ബാലചന്ദ്രൻ അറിഞ്ഞു കാണുമോ? അറിയാൻ ഒരിക്കലും വഴിയില്ല. അതൊക്കെ അറിയാവുന്നത് പലരും ഇപ്പോൾ ഭൂമിയിലില്ല. ഇനി പിന്നെ മറ്റേത് വഴിയാണ് തങ്ങളുടെ ചരിത്രം അറിയാം? ഒരുപക്ഷെ സ്റ്റാലിൻ്റെ കുടുംബക്കാർ വഴിയായിരിക്കുമോ ബാലചന്ദ്രൻ സത്യങ്ങളൊക്കെ അറിഞ്ഞത്? അങ്ങനെ വൈജയന്തി തൻ്റെ ആഗ്രയിലെ ജീവിതം അവൾ മനസ്സിലോട്ട് വരികയാണ്. ഗംഗേട്ടൻ്റെയും മാലതി ചേച്ചിയുടെയും കൂടെ താമസിക്കുകയും അവിടുന്ന് പഠിക്കാൻ പോകുമ്പോൾ ഗംഗേട്ടൻ്റെ കൂടെ സീനിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഓഫീസർ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരികയും തന്നോട് ഇഷ്ടം പങ്കുവെക്കുകയും പിന്നെ ഗംഗേട്ടൻ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോയപ്പോൾ അതൊരു സൗകര്യമായി. പിന്നീട് പ്രണയകാലമായിരുന്നു. ഒരുമിച്ച് താമസിക്കുകയും വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് വരുന്ന സമയത്താണ് ലാലിച്ചനും തന്നെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചതെല്ലാം ഓർത്തതും ചങ്ക് പൊട്ടി വൈജയന്തിക്ക് അടക്കുക. പെട്ടെന്ന് ബബിതയും കൃഷ്ണമോളും റൂമിലേക്ക് വരുമ്പോഴാണ് സകല ബോധം തിരിച്ചു കിട്ടിയ വൈജയന്തി തൻ്റെ പഴയ ഓർമ്മകളിൽ നിന്ന് വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ രോഹിത്തും സത്യം അറിഞ്ഞു കഴിഞ്ഞു. അധികം വൈകാതെ തന്നെ വൈജയന്തിയും ഈ വലിയ രഹസ്യം അറിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.